ഹലോ. ഇന്നൊരു ഡെയിലി ലൈഫ് റിഫ്ലക്ഷനാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി തിരുവല്ല വിട്ട് നിൽക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പല പല സ്കിൻ ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തായിരുന്നപ്പം ശാസ്തമംഗലത്ത് ഭരചന്ദ്രൻ IPSൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ച് ഒരു ഡോക്ടറെ പോയി കണ്ടു. പിന്നെ ജപ്പാനിൽ വെച്ച് നെഞ്ചത്ത് പാടത്ത് ഞാറൊക്കെ കിളുത്ത പോലെ കുരു വന്നപ്പം ജപ്പാനിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി മാറ് പിളർന്ന് കാട്ടി മരുന്ന് വാങ്ങി. കന്നഡ മണ്ണും എന്നെ വെറുതെ വിട്ടിട്ടില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഒരു റിയ പറഞ്ഞിട്ട് ഞാനൊരു കിടിലൻ സ്കിൻ ഡോക്ടറെ പോയി കണ്ടു. മരുന്നിൻ്റെ ബില്ല് കണ്ടാൽ പോകാത്ത അവസ്ഥയിൽ ഫുട്പാത്തിലൂടെ നടന്നു വരുമ്പോൾ ശൂന്യതയിൽ നിന്നാണെന്ന് തോന്നുന്നു 2 കരങ്ങൾ എൻ്റെ വലത്തെ കയ്യിൽ മുറുക്ക പിടിച്ചു. ഞാൻ താഴേക്ക് നോക്കിയപ്പം പക്ക എക്സിക്യൂട്ടീവ് ലുക്കിൽ 40-50 പ്രായം വരുന്ന ഒരു ചേട്ടൻ, മുടിയൊക്കെ നിറച്ച് എണ്ണ തേച്ച് ചീകി മുഖമൊക്കെ പെർഫെക്റ്റ്ലി ഷേവ് ചെയ്ത് ഒരു പഴുതാര മീശയുമായി ചിരിച്ചു നിൽക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹായ് സർ, ഐ ആം സെക്യൂരിറ്റി യുവർ ഓഫീസ്, ഓൾഡ് നൗ മൈക്രോസോഫ്റ്റ് ന്യൂ സെക്യൂരിറ്റി. അദ്ദേഹം ഹിന്ദിയിലും കന്നഡത്തിലും ഇംഗ്ലീഷിലുമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് മനസ്സിലായത് വെച്ചും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തൂഹം വെച്ചും അദ്ദേഹം തൻ്റെ മോനെ പറ്റിയാണ് പറയുന്നതെന്നും അവൻ ഡിഗ്രി എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സായി എന്നും ഇപ്പോൾ ഒരു ജോലി സെറ്റായിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ പുതിയ ഉടുപ്പും പാൻസും വാങ്ങി, ഇനി ഒരു ഷൂവും ടൈയും കൂടെ വാങ്ങണം എന്നൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ ഊഹിച്ചു. ഓൾറെഡി ബില്ല് കണ്ട് കിളി പോയിരുന്ന എനിക്ക് അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് പുലിവാൽ കല്യാണത്തിൽ സലീം കുമാർ പറയുന്ന പോലെ ആഹാ എന്നിട്ട് എന്ന് പറയാനാ തോന്നിയതെങ്കിലും ഞാൻ അബോധാവസ്ഥയിലും സംയമനം പാലിച്ചു. അപ്പോഴേക്കും പുള്ളി ഒരു സ്വാഗ് ലൈനിൽ പിന്നിൽ പിടിച്ചിരുന്ന ഇടത് കൈ എൻ്റെ നേരെ വീശി. ഞാൻ പിച്ചാത്തിയാണെന്ന് വെച്ച് പേടിച്ച് കണ്ണു മുറുക്കി അടച്ചു. കൈ പുറകോട്ട് വലിച്ചു. എനിക്ക് എൻ്റെ നെഞ്ചത്തൊരു പഞ്ചാരിമേളം കേൾക്കായിരുന്നു. ഇല്ല, കുത്തിയില്ല എന്ന് ഉറപ്പാക്കിയപ്പം ഞാൻ കണ്ണു തുറന്നു നോക്കി. മൂപ്പരൊരു കന്നഡ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞൊരു മാർക്ക് ലിസ്റ്റ് കാണിച്ചിട്ട് അതിലെ പേരും കോഴ്സും കിട്ടിയ മാർക്കും ഒക്കെ ചൂണ്ടിക്കാണിച്ച് എന്തൊക്കെയോ പറയുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജീവൻ തിരിച്ചു കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ആ മാർക്ക് ലിസ്റ്റിലൂടെ ഒന്ന് കണ്ണു ഓടിച്ചു. അതിലൊരു പയ്യൻ്റെ ഫോട്ടോയും BSc കമ്പ്യൂട്ടർ സയൻസിന് കിട്ടിയ മാർക്കും ഒക്കെയാണ്. എന്ത് വള്ളിയാണിതെന്ന് മനസ്സിലായില്ലെങ്കിലും ഞാൻ ആ വള്ളിയിൽ കുരുങ്ങി എന്ന് ഉറപ്പിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ എന്താ ചെയ്യണ്ടേ? ആ ചേട്ടൻ നീത്ര മണ്ടനാണോടാ എന്ന മട്ടിൽ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് ആവശ്യം എൻ്റെ ആയിപ്പോയി, അതുകൊണ്ട് ഒരു 1500 രൂപ തരാമോ എന്ന് ചോദിച്ചു. മോന് ഷൂസും ടൈം വാങ്ങാനായി നാങ്ങി ഭാഷയിൽ പറഞ്ഞു. ജന്മനാ റിച്ച് ആയതുകൊണ്ടും റിച്ച് ലൈഫ് ആയതുകൊണ്ടും ഞാൻ പാൻസിൻ്റെ ഒരു പോക്കറ്റ് വലിച്ച് പുറത്തിട്ടിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ചേട്ടാ, എന്നാൽ GPay മതി എന്നായി ചേട്ടൻ. ഞാൻ പറഞ്ഞു, അത് വേണ്ട. അപ്പം തന്നെ പുള്ളി ഓക്കെ ബൈ താങ്ക് യു എന്ന് പറഞ്ഞ് മുന്നോട്ട് അങ്ങ് നടന്നുപോയി. ഞാൻ അപ്പം അയ്യോ കളി അങ്ങനല്ലല്ലോ എന്നായിപ്പോയി. ഞാൻ വിട്ടില്ല, പുറകെ പോയി. മറ്റേ പോക്കറ്റിൽ നിന്നും കയ്യിൽ കിട്ടിയ ഒരു മഞ്ഞ നോട്ടെടുത്ത് ആ ചേട്ടൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ ചേട്ടൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി പോക്കറ്റിലിട്ടു. ഞങ്ങൾ രണ്ടുപേരും 2 ദിശയിൽ നടന്നകന്നു. അദ്ദേഹം പറഞ്ഞത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് സത്യമാണെങ്കിൽ എൻ്റെ സംശയം കാരണം അദ്ദേഹത്തോട് ആ മകൻ അച്ഛനൊരച്ഛനാണോ അച്ഛാ എന്ന് ചോദിക്കരുതെന്ന് എനിക്ക് തോന്നി. തിരിച്ചു നടക്കുമ്പോൾ എൻ്റെ മനസ്സെന്നോട് ചോദിച്ചു, നിനക്ക് ഭ്രാന്താണോടാ? പുള്ളി ചുമ്മാ നമ്പർ ഇറക്കിയതാണെങ്കിലോ, നിന്നെ പറ്റിച്ചതാണെങ്കിലോ? അപ്പോഴേക്കും സ്ട്രെസ് അടിച്ചു. നേരെ മുന്നിൽ കണ്ട ചായക്കടയിൽ കയറി ഒരു സ്ട്രോങ് ജിഞ്ചർ ചായ പറഞ്ഞു. ചേട്ടൻ ചായക്ക് ഇഞ്ചി ചതയ്ക്കുന്ന നേരം കൊണ്ട് മനസ്സൊരായിരം അനാവശ്യ വള്ളി ചിന്തകൾക്ക് ചിന്തേര് തള്ളി തുടങ്ങിയിരുന്നു. അനാവശ്യ വള്ളികൾ നുളയിലെ മുള്ളണം എന്നതുകൊണ്ട് സകല വള്ളിയും ഞാൻ ആ ചായയുടെ ചൂടിൽ കരിച്ചു കളഞ്ഞു. എന്നിട്ട് ചേട്ടാ സൂപ്പർ ചായ എന്ന് പറഞ്ഞ് പൈസയും കൊടുത്തിട്ട് വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ. നിങ്ങളുടെ സമയത്തിന് നന്ദി. ഇരുട്ട് ഇനിയും ബാക്കിയുണ്ട്, ഇനിയും വരാം. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മണ്ടത്തരങ്ങൾ ആനന്ദം പകരുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അതുകൊണ്ട് ഇച്ചിരി മണ്ടത്തരങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്, സന്തോഷിച്ചാട്ടെ. ഇതിലെന്താ പറയണ്ടേ? അപ്പോഴേക്കും ഒരു സ്ട്രോങ് ജിഞ്ചർ ചായ, സ്ട്രോങ് ജിഞ്ചർ ചായ, സ്ട്രോങ് ജിഞ്ചർ ചായ. ഫോർ ആ ചേട്ടൻ ചുമ്മാരിക്കുന്നുണ്ടോ? ഇല്ല, കുത്തിയില്ല എന്ന് ഉറപ്പാക്കിയപ്പം തെറ്റി.